NSSുമായുള്ള അനുനയ നീക്കത്തിന് വേണമെങ്കിൽ മുന്നിട്ടിറങ്ങുമെന്ന് ചാണ്ടി ഉമ്മൻ മാതൃഭൂമി ന്യൂസിനോട്. NSSന് കോൺഗ്രസുമായി അകൽച്ചയുണ്ടെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും അകലമോ തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം NSSുമായി എന്നും അടുത്ത ബന്ധം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ പുലർത്തിയിട്ടുണ്ട്. എൻ്റെ പിതാവും സുകുമാരൻ നായർ സാറുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം ഞാൻ ഈ അവസരം ഓർത്തെടുക്കുകയാണ്. എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നമുക്ക് നീക്കം ചെയ്യാൻ നമ്മളെല്ലാം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ എന്തെങ്കിലും ഒരു അകലമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മളെല്ലാം ശ്രമിക്കുന്നതായിരിക്കും. ഷിനോജ് എസ്റ്റി വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ചെയ്യുകയാണ്. ഷിനോജ്, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു കാര്യം അതങ്ങനെ തന്നെയാണ്. ഉമ്മൻചാണ്ടിയും NSS നേതൃത്വവുമായി എല്ലാ കാലത്തും വളരെ മികച്ച ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുവേണ്ടി നമ്മളെല്ലാം എന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ മുന്നിട്ടിറങ്ങാം എന്നുള്ള ഒരു പ്രതികരണമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. ആ നിലയ്ക്കല്ല അദ്ദേഹത്തിന്റെ തീരുമാനമോ മുന്നോട്ട് പോക്കോ ഒന്നും. പക്ഷേ അങ്ങനെ മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാധു അത് തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ യുവ MLA-മാരിൽ NSSന്റെ നേതൃത്വമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു പരിഗണന, സുകുമാരൻ നായരുമായി ഉമ്മൻചാണ്ടിക്കുണ്ടായ ഒരു ബന്ധം, ഒരു സ്നേഹമൊക്കെ തന്നെ ചാണ്ടി ഉമ്മനും സ്വാഭാവികമായി ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ NSSന് ഒരു കോൺഗ്രസുമായി എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ മുന്നിട്ടിറങ്ങും, അത് പാർട്ടിയുടെ നിർദ്ദേശാനുസരണം താൻ തന്നെ മുന്നിട്ടിറങ്ങുമെന്ന തരത്തിൽ ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം VD സതീശന് കഴിഞ്ഞ തവണ പറഞ്ഞത് ആര് അത്തരത്തിലൊരു അനുനയ നീക്കത്തിന് വേണ്ടി മുന്നിട്ട് പോകും എന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, പാർട്ടിയിലെ പല നേതാക്കൾക്കും അത്തരത്തിൽ മുന്നിട്ടിറങ്ങണം. കാരണം NSSനെ പിണക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, 2 തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ NSSനെ ഏതെങ്കിലും തരത്തിൽ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോക്ക് ശരിയാകില്ല എന്ന തരത്തിലുള്ള നിലപാട് പല നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പല നേതാക്കളും പോകുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനമുള്ള കാര്യമുള്ളത്, അതായത് പല നേതാക്കളും, അതായത് കോൺഗ്രസിൽ തന്നെ കൊടുക്കുന്ന സുരേഷ്, PJ കുര്യൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ NSS നേതൃത്വമായി ഒരു സൗഹൃദ സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള സമയമൊക്കെ തന്നെ ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ NSSനെ പിണക്കിക്കൊണ്ടുള്ള പോക്ക് ശരിയാകില്ല എന്ന് അവർ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും NSSന് എന്തെങ്കിലും തരത്തിൽ പിണക്കമോ പരിഭവമോ ഉണ്ടെങ്കിൽ അതൊരു ചർച്ചയിലേക്ക് പോകണം, ഒരു അനുനയ നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം എന്ന കാര്യം അവർ പറയുന്നത്. ശരി.